ഹലോ, ഇന്ന് നമുക്കൊരു നല്ല പുതിയ രീതിയിൽ ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി കണ്ടാലോ? മിക്കുള്ളവർക്കും ഗ്രീൻ പീസ് കറി തയ്യാറാക്കാൻ അറിയാം. ഞാനും പല രീതിയിലും തയ്യാറാക്കുന്നുണ്ട്. ഇതൊരു വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഒരുപക്ഷെ ഇത് ചെയ്യാൻ അറിയാത്തവർക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും. എങ്ങനെയാണെന്ന് നോക്കിയാലോ? ആദ്യം നമുക്ക് നന്നായിട്ട് കുതിർത്ത ഗ്രീൻ പീസ്, അതിലൽപ്പം മഞ്ഞൾപ്പൊടിയും അതിനാവശ്യമായ ഉപ്പും ചേർത്ത്, വേണമെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് വേവിക്കാനായിട്ട് വെക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരല്പം ഇഞ്ചിയും കൂടെ, പിന്നെ എരിവിന് പച്ചമുളകാണ് ചേർക്കുന്നത്, അതും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുക. അതിനെ നന്നായിട്ട് ചതച്ചെടുത്തിട്ട് വന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായി ഞാൻ 3 സവാള ഇതുപോലെ അരിഞ്ഞു വെച്ചു. ആ സവാള ഈ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരു സെക്കൻഡ് ഒന്ന് കറക്കി എടുക്കുക. നന്നായിട്ട് അരയ്ക്കേണ്ട, അരഞ്ഞു പോകാതെ ഒന്ന് ചതച്ചെടുക്കുന്ന പരുവത്തിൽ അരയ്ക്കുക. വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചിട്ട് നമുക്ക് ഇത് കറി തയ്യാറാക്കാനായിട്ട് ഞാൻ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. ചട്ടി വെച്ച് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിടുക. കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കുക. അത് മൂപ്പിച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച കൂട്ടുണ്ടല്ലോ, ആ സവാളയുടെയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ആ കൂട്ടിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. ഈ എണ്ണയിൽ കിടന്ന് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് സവാളയും മൂത്ത് നന്നായിട്ട് വരണ്ട് വരും. ആ പരുവം വരെ നമ്മളിങ്ങനെ ആക്കിയെടുക്കണം. കാരണം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഗ്രീൻ പീസ് കറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. നമുക്കതിന് വേണ്ടിയിട്ട് ഇത് ഫ്ലെയിം അങ്ങ് സിമ്മിലിട്ടുകൊണ്ട് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം. അതിന് കംപ്ലീറ്റ് ജലാംശവും പോയിട്ട് നന്നായിട്ട് ഡ്രൈ ആയി വരും. അപ്പോഴത്തേക്കും നമുക്കറിയാതെ നന്നായിട്ട് മൂത്തിട്ടുണ്ടെന്ന്. നമ്മൾ ഒഴിച്ച എണ്ണ ഇതുപോലെ ലേശം തെളിഞ്ഞു വരാൻ തുടങ്ങുന്ന സമയത്തേക്ക് നമുക്കതിലേക്ക് മസാലയായിട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല പൊടിയും പിന്നെ അല്പം ഉലുവാപ്പൊടിയും മാത്രമാണ് ചേർക്കുന്നത്. എരിവിന് പച്ചമുളക് ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് മുളക് പൊടി ചേർക്കാത്തത്. ഇത് മുളക് പൊടി ചേർത്ത് തയ്യാറാക്കുന്ന കറിയല്ല. അല്ലാത്ത രീതിയിലാണ് ഞാൻ ഈ ഗ്രീൻ പീസ് കറി തയ്യാറാക്കിയത്. നമുക്ക് മസാലകൾ ഇതെല്ലാം ചേർത്തിട്ട് ആ പൊടികളെല്ലാം നന്നായിട്ട് പച്ചമണം മാറി മൂത്ത് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് ഇളക്കി അതിൻ്റെ പച്ചമണം എല്ലാം മാറി കിട്ടുമ്പോഴത്തേക്ക്, കാരണം മസാല മൊത്തം മണം നമുക്ക് നന്നായിട്ട് തിരിച്ചറിയാമല്ലോ, ആ പരുവമാകുമ്പോഴത്തേക്കും നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് വെന്തിട്ടുണ്ടാവും. അത് നമുക്ക് ഇതിലേക്ക് തട്ടി കൊടുക്കാം. അതും കൂടി ഇതിലൊഴിച്ച് നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഇത് നമ്മൾ അടുപ്പിലാണ് വേവിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. കാരണം തീ നമുക്ക് പാകത്തിന് കിട്ടും ഗ്യാസിൽ വയ്ക്കുന്നേക്കാളും. ഞാനിതിപ്പോൾ അടുപ്പിലാണ് തയ്യാറാക്കുന്നത്. നമുക്കിതേ കറി ഇങ്ങനെ നന്നായിട്ട് വെന്ത് കുറുകി വരും. ആ സമയത്ത് നമുക്കതിനെ വീണ്ടും നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് വേണമെങ്കിൽ ഒരല്പം തേങ്ങ അരച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുമ്പം ഗ്രേവി കുറച്ചുകൂടി തിക്കാവും, കുറച്ചുകൂടി ടേസ്റ്റ് ആകും. ഇപ്പോൾ തേങ്ങ വേണമെങ്കിൽ ചേർത്താൽ മതി, അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ചേർത്ത് നമുക്ക് അതും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ നമ്മുടെ അസൽ ടേസ്റ്റുള്ള ഗ്രീൻ പീസ് കറി റെഡിയാവും. അത് തേങ്ങ ഒന്ന് മിക്സ് ആവാനാണ് ഞാൻ അടച്ചു വെച്ചത്. അത് കഴിയുമ്പോൾ അതിൻ്റെ പുറത്ത് ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും കറിയിൽ. അപ്പോഴായിരിക്കും നല്ല കറി പാകമായി വരിക. അപ്പോഴത്തേക്കും നമുക്ക് കറി അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ചിട്ട് ഇത് നല്ല പാലപ്പമോ അല്ല ദോശയോ ചപ്പാത്തിയോ പൂരിയോ എന്തിനൊപ്പവും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയായിട്ട് നമുക്ക് തയ്യാറാക്കാം. എല്ലാ രീതിയിലും തയ്യാറാക്കുന്നവരല്ലേ, ഈ രീതിയിൽ ഉള്ളി ഇങ്ങനെ ചെയ്തൊന്ന് തയ്യാറാക്കി നോക്കി, ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. ഒന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ.